ശക്തന്റെ മണ്ണില് 30 ബിരിയാണി ചെമ്പ അങ്ങോട്ട് ഒന്നിച്ചാ പൊട്ടി. ആവു ദമ്മിന്റെ മണം. മോനെ തൃശ്ശൂർ അങ്ങാടിനെ അങ്ങോട്ട് പിടിച്ചാ കുലുക്കീന്ന്. ഓരോരുത്തരും ഒരു 1.5 പാചകറാണിമാര്. ഔ ശരിക്കുണ്ടല്ലോ വേർത്തത് ഇവിടുത്തെ ജഡ്ജസിന്. ഓരോ ബിരിയാണി ചെമ്പിന്നും രുചിയുടെ അണ്ണ പൊട്ടി അങ്ങോട്ട് ഒഴുകണ്. ആവി പറക്കണ ബിരിയാണി ചോറിലേക്ക് ഉണ്ടല്ല വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ചേർത്തിട്ട് തമ്മിടണ കാഴ്ച ഉണ്ടല്ലോ. ഓ അന്തസ്. വായില് കപ്പലാവിടും. എന്തേ നല്ല മണമുണ്ട്. കപ്പൊക്കെ എടുക്കുവോ? കപ്പൊന്നും എടുക്കുന്ന വിചാരിച്ചിട്ടല്ല വന്നിരിക്കണേ. എന്നാൽ ഇതില് അവസരം തന്നതിന് ഭയങ്കരമായിട്ട് നന്ദി പറയാം. ഇത് എന്ത് വൈറ്റ് കളർ തേങ്ങാപ്പാലോ? അല്ലല്ല, തൈര്, പുളിയില്ലാത്ത തൈരും കാഷ്യൂ. മസാല അധികം ഇല്ല, ഹോൾ സ്പൈസസ് മാത്രമേ ഉള്ളൂ. സ്പൈസി മധുരമായിരിക്കില്ലേ? ലൈറ്റ് ആയിട്ട് മധുരം. അപ്പൊ ഇതിനെന്താ പേരെന്താ? സൂഫി ബിരിയാണി. സൂഫി. ബിരിയാണിയുടെ ഒരു ഫാനാണ് ഞാൻ 15ാമത്തെ വയസ്സിൽ എൻ്റെ സുഹൃത്തുക്കളും മൊത്തം തൃശ്ശൂരിൽ വന്നിട്ട് ഇത് കേട്ടതേ ഉള്ളൂ. ഇവിടെ വന്ന് ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചതിൻ്റെ ടേസ്റ്റ് എപ്പോഴും ഉണ്ട് എൻ്റെ നാവിൻ തുമ്പത്ത്. തൃശ്ശൂർ ബിരിയാണിയാണോ അല്ലെങ്കിൽ കോഴിക്കോട് ബിരിയാണിയോ ഇഷ്ടം? കോഴിക്കോട് ബിരിയാണി ഗംഭീരം എന്നാ പറയണേ. പക്ഷെ മൊത്തത്തിൽ മലബാർ ഏരിയ ആണ് അതിൻ്റെ ഒരു ബെൽറ്റ്. നിങ്ങളല്ലേ അതിൻ്റെ പ്രചാരകൻ. എല്ലാം ടേസ്റ്റ് നോക്കാം. അല്ല എല്ലാം ടേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ജോലി തരുമോ? ടീ ടേസ്റ്റർ എന്നൊക്കെ പറയില്ലേ, അതൊരു ജോലിയാണല്ലോ വലിയ ഹോട്ടലുകളിലൊക്കെ. അപ്പോൾ നമുക്ക് പുതിയൊരു ജോലി കിട്ടി, ബിരിയാണി ടേസ്റ്റർ. ഞാൻ ജഡ്ജ്മെന്റ് നടത്തുകയാണെങ്കിൽ 30 ആൾക്കും കൊടുക്കും. തൃശ്ശൂർ ഭാഷയിലെ ഇപ്പോൾ ഈ സംഗതി ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ ഈ കോഴിക്കോട് ചോറ് പാറന്നൊക്കെ പറയും. കോഴിക്കോട് ചോറ് പറയും. ഇവിടെ ഗംഭീരമായി പറഞ്ഞ് സംഭവം ടോപ്പാട്ടാ. എന്തൊട്ടാ ടേസ്റ്റ്, പൊളിച്ച ടേസ്റ്റ് ആട്ടാ. Code number 10. Shani Kapoor. രുചി വൈവിധ്യം കൊണ്ട് തന്നെ വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കി തന്നെ എല്ലാവരും ഒരു ടീമായിരുന്നു. അതിൽ തന്നെ സെലക്ട് ചെയ്ത 2 പേർക്കാണ് കപ്പ് കൊടുത്തത്. അപ്പോൾ അവർ പങ്കെടുക്കുന്ന ഗ്രാൻഡ് ഫിനാലെ കൊച്ചി വെച്ച് നടക്കുന്നു. ബൈ.